നമസ്കാരം. ഇന്ന് ഈ ഒരു ഇതിൽ പറയാൻ വരാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അതുപോലെ തന്നെ ചാനലുകളിലെല്ലാം ഈ വേടനെ അറസ്റ്റ് ചെയ്ത് സംബന്ധിച്ചിട്ടുള്ള പാട്ടുകാരനായ വേടനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് വലിയ ചർച്ച. എനിക്ക് ഇതിൽ ഒരു എതിരഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ്, യുവതലമുറയുടെ ഒരു എന്താ പറയുക, ഇൻസ്പിറേഷണലായിട്ടുള്ളൊരു, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടൊരു റാപ്പ് സിംഗറെല്ലാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയൊക്കെ സംസാരിക്കുന്ന ആളാണ്. യുവാക്കളെ എന്താ പറയുക, എൻകറേജ് ചെയ്ത് ഇതിലേക്കൊന്നും പെടരുതെന്ന് പറഞ്ഞ് ഇവിടുത്തെ ക്യാമ്പയിനുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ. ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയിൽ ഒരിക്കലും ചെന്ന് പെടാൻ പാടില്ല. അദ്ദേഹം 5 ഗ്രാമോ 7 ഗ്രാമോ അല്ല 500 കിലോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യവസ്ഥയിൽ തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്ന വ്യക്തി, പ്രത്യേകിച്ച് ഗവൺമെൻറ് പോലും ഇദ്ദേഹത്തെയൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് പ്രോഗ്രാമുകളിൽ ഇതെല്ലാം അദ്ദേഹത്തിനെ വെച്ചിട്ടാണ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഇത് ചെയ്തത്, എന്നെ സംബന്ധിച്ച് പറയാച്ച ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ആൾ ചെയ്തത് തെറ്റാണ്. അദ്ദേഹത്തിൽ നിന്ന് കണ്ടു കിട്ടിയ കപ്പാസിറ്റി ഓഫ് അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. നിയമപ്രകാരം അതൊരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടിയും ഗ്രീവൻസ് ഒഫൻസായിട്ട് മാറിയത്. പിന്നെ ഇതിൽ എനിക്ക് വളരെ ദയനീയത തോന്നിയത് ഇവിടുത്തെ ചില എഴുത്തുകാരെ കുറിച്ചാണ്. ഈ വേടൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി സവർണൻ ഈ രാഷ്ട്രീയം ഇതെല്ലാം ഇതിൽ തിരികെ കയറ്റുക. എത്ര വിവരക്കേടാണ് ഈ എഴുത്തുകാർ പറയുന്നത്. ഇവിടെ ആരാണ് ഇപ്പോൾ പുലിനകം പിടിച്ചു വേടനിൽ നിന്ന്, തെറ്റാണ് നിയമപ്രകാരം, അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തു. ഇപ്പം അതിൻ്റെ നടപടികളായിട്ട് പോകുന്നു, നോൺ ബെയിലബിൾ ഒഫൻസാണ്. അപ്പോൾ പറയുന്നു മോഹൻലാലിൽ നിന്ന് ആനക്കൊമ്പ് കിട്ടിയില്ല. എൻ്റെ ചോദ്യം, ഈ പറയുന്ന ഈ എഴുത്തുകാരൊക്കെ അന്ന് എവിടെയായിരുന്നു? അന്ന് മോഹൻലാലിൻ്റെ കൂടെ സെൽഫി എടുക്കാൻ നടക്കുകയായിരുന്നു ഇവരൊക്കെ. മോഹൻലാൽ തെറ്റിയതാലും അയാളെയും പിടിക്കണം, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അന്ന് ഇവിടുത്തെ മീഡിയ എവിടെയായിരുന്നു? ഇവിടുത്തെ പോലീസ് അധികാരികൾ എവിടെയായിരുന്നു? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയായിരുന്നു? ഇപ്പോഴും ആ ആനക്കൊമ്പ് അവിടെ ഉണ്ടാവുമല്ലോ. എൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകാത്തത്? ആ കേസ് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതുപോലെ ഞാൻ കണ്ടു ഒരു എഴുത്തുകാരി അദ്ദേഹത്തിൻ്റെ സ്കിൻ ടോണിനെ കുറിച്ച് പറഞ്ഞിട്ടൊരു, ഇവരൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത്, കറുത്തതായാലും വെളുത്തതായാലും എന്താ ഉള്ളത്? ഇത്രയും ഒരു വിദ്യാഭ്യാസമുള്ള 100% ലിറ്ററസി ഉള്ള നമ്മുടെ സംസ്ഥാനം ഈ UP-നെക്കാട്ടിലോ ബീഹാറിനെക്കാട്ടിലോ മോശമായിട്ട് സംസാരിക്കുക. 29 വയസ്സുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ വേടൻ എന്ന് പറഞ്ഞ കുട്ടി. അപ്പോൾ കുട്ടിയല്ല, അദ്ദേഹം ഒരു മേജറാണ്. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ വക്കീൽമാരുടെ പ്രോഗ്രാമിന് വന്ന് ചീഫ് ഗസ്റ്റ് ആയിരുന്ന ആളാണ്. ജില്ലാ ജഡ്ജിയുടെ കൂടെ വേദി പങ്കെടുത്ത ആളാണ്. അപ്പോൾ നമ്മളൊരു ലെവലിൽ നിന്ന് മാറി നമ്മൾ സൊസൈറ്റിയിൽ നമുക്കൊരു പേരും പെരുമയും എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മാറണം. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ കാണിക്കുമ്പോഴോ കാണിച്ച പോലത്തെ കാര്യങ്ങളായിട്ട് പിന്നെ മുന്നോട്ട് പോകരുത്. പ്രത്യേകിച്ച് ഈ ഡ്രഗ്സിനെതിരെ ഏറ്റവും കൂടുതൽ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയല്ലേ ഇദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, അതിനെ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് 7 8 പേര് എന്തോ ആയിക്കോട്ടെ, അവിടെ നിന്ന് ഇത് മെഷർ ചെയ്യുന്ന സാധനവും അത് ക്രാഷ് ചെയ്യുന്ന ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. സോ ഈസ് എ റെഗുലർ യൂസർ. അല്ലെങ്കിൽ ഇയാളുടെ കൂടെയുള്ള ആരോ ആണ്. അപ്പോൾ ഇയാളുടെ കൂടെയുള്ളവരെന്തേ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? അതെന്താ പുറത്തു വരാത്തത്? അത് ഈ മീഡിയ അല്ലേ? പിന്നെ ഞാനൊരു ചാനൽ ഞാനത് ഒരുപാട് വാച്ച് ചെയ്യുന്നതാണ്, റിപ്പോർട്ടർ ചാനൽ. എനിക്കതിൽ അതിൻ്റെ MD ഫുൾ റബിഷ്. അദ്ദേഹം നിയമത്തിൽ എന്ത് അജ്ഞത ഉണ്ടായത്? 1 രൂപ കട്ടാലും 1 കോടി കട്ടാലും കളവിന് ഒറ്റ ഒഫൻസേ ഉള്ളൂ, ശിക്ഷയോ ഒഫൻസും ഒന്നാണ്. ഇത് ഡ്രഗ് കേസ് വരുമ്പോൾ അതിൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് സെക്ഷൻ. പക്ഷെ ഒഫൻസ് അല്ലാതെ ആവില്ല. അത് മനസ്സിലാക്കുക.
ഇവിടെ ഒരു പാവപ്പെട്ട ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു ബണ്ണോ മറ്റേ കട്ടു എന്ന് പറഞ്ഞിട്ട് അതിനെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ ഈ കേരളം. ചിലവർ പറയണു നാട്ടുകാർ തല്ലിയാണ്, ചിലവർ പോലീസ് തല്ലിയാണ്. പാലക്കാട് അന്നൊക്കെ എവിടെയായിരുന്നു ഈ എഴുത്തുകാരൊക്കെ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കുറേ പേര് സ്വയം അവർ വലിയ എഴുത്തുകാർ, അവർ വലിയ സൊസൈറ്റിയോട്, ഞാൻ ചോദിച്ച സൊസൈറ്റിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇത്, കാരണം വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഈ വേടൻ എന്ന് പറഞ്ഞ കുട്ടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു യുവതലമുറ അവരെന്താ പറയുക? 7 ഗ്രാമോ 8 ഗ്രാമോ വരെ ചെയ്യാം, വേടൻ ചെയ്തിട്ടില്ലേ, ഞങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 ഗ്രാമോ 7 ഗ്രാമോ 8 ഗ്രാമോ എന്നുള്ളതല്ല, ആ കഞ്ചാവ് കൊണ്ടുണ്ടാവുന്ന വിപത്ത് എന്താണെന്നാണ്. ഒരാൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ 6 ഗ്രാമിൽ അവരുടെ കൺസപ്ഷൻ നിർത്താൻ പറ്റിയിരിക്കും, പക്ഷേ അത് വളരെ വിരലിലുണ്ടാവുന്നവർക്ക് മാത്രമാണ്. ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 6 ഗ്രാം ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 30 ദിവസത്തേക്ക് എത്ര ഗ്രാം ചെയ്യും? അപ്പോൾ റെഗുലർ യൂസറായി മാറിയില്ലേ? അത് ശരിയാണോ? ഇതിൽ സർക്കാർ ഒരു കാര്യം തീരുമാനം എടുക്കണം. ആരെ നിങ്ങൾ അംബാസഡർ ആക്കിക്കോളൂ, അവരുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഈ വേടനെതിരെ 3 കേസുകൾ, സമാന രീതിയിലുള്ള കേസുകൾ പെൻഡിങ് ഉണ്ടെന്നാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാനലിന് മുമ്പാകെ പറഞ്ഞത്. അവിടെ നിന്ന് ഇത് ക്രഷ് ചെയ്യണതും വെയിങ് മെഷീനെല്ലാം കിട്ടിയത്. എന്തിനാണ് ഈ വെയിങ് മെഷീനൊക്കെ അവിടെ? കഞ്ചാവ് ഒരു കുറ്റിക്കില്ല എന്നാണ് ചാനലുകാർ പറയണത്, ഒരു സിഗരറ്റിനുള്ള ഇല്ല എന്ന് അവരോട് ഇത് ഉപയോഗിക്കുന്ന ഒരാൾ പറഞ്ഞു, അവരുപയോഗിക്കാറില്ല. ശരി, എന്തിനാണ് അതിന് ഈ ഒരു സിഗരറ്റിന് മാത്രം ഉള്ള സ്ഥലത്ത് ഇത് വേ ചെയ്യാനൊരു മെഷീൻ, ഇത് ക്രഷ് ചെയ്യാനൊരിത്? അപ്പോൾ ഇത് തന്നെയാണ് ഇതിലെ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഇത് വരുന്നത്. അത് വേടനായാലും കണക്ക് തന്നെ, എക്സ് വൈ വേറൊരു സാധാരണക്കാരനായാലും കണക്ക് തന്നെ. ഞാൻ ഇതിനു മുമ്പ് ഷൈൻ ടോം ചാക്കോൻ്റെ ഇതിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിനും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇപ്പം നിങ്ങൾ നോക്കൂ, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, ഇന്നലെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചോട്ടിലേക്ക് ഇറങ്ങിപ്പോയെന്നൊക്കെയാണ് പറയണേ. അപ്പോൾ ഇങ്ങനത്തെ ഒരാളാണ് സിനിമാ ഫീൽഡിലുള്ളത്. എനിക്ക് ആ നടിയോട് പറയാനുള്ളത്, നിങ്ങളെ പരാതിയിൽ ഉറച്ചു നിൽക്കേണ്ടതായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഭാവിയിലെ സിനിമകളൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം. അതുപോലെ മിസ്റ്റർ ഉണ്ണികൃഷ്ണനും ചെയ്തതൊക്കെ തോന്നിയ മാസം. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ട മെസ്സേജ്, ഒരാൾ വന്നിട്ട് ചാരിത്ര പ്രസംഗം പറയരുതെന്ന് പറയില്ലേ നമ്മൾ ചിലവരോട്, അതുപോലെ ഇരിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന സ്വഭാവം ഇത്. എന്നിട്ട് അതിനെതിരെ നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ സ്റ്റേജിൽ കയറിയിരുന്ന് പറയുന്നു, കാലത്ത് നിങ്ങളെത്തും. എങ്ങനെ ശരിയാവുക? പിന്നെ പണം പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പോലീസ് പറഞ്ഞ ഇതെന്താ വെച്ചാൽ അവർക്ക് ക്യാഷായിട്ട് ഏതോ പ്രോഗ്രാമിന്, അതും തെറ്റ്. അടുത്തത് കാരണം 20,000 രൂപയ്ക്ക് മേലെയുള്ളതെല്ലാം ത്രൂ ചെക്കേ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് 9.5 ലക്ഷം രൂപ അവിടെ വന്നത്? ഇതിൻ്റെ പിന്നിലൊരു പർച്ചേസ് ഉണ്ടോ? ഇതിന് വലിയൊരു ലാർജ് ക്വാണ്ടിറ്റി പർച്ചേസ് നിന്ന് ഒരാൾ സംശയിച്ചാൽ തെറ്റുണ്ടോ? അപ്പോൾ ദയവ് ഇത് എഴുത്തുകാരൊക്കെ കുറച്ചും കൂടി സെൻസിബിളാകും. അല്ലാതെ അതിലെ വർണ്ണം അത് ശരിയായ നടപടിയല്ല. ആര് തന്നെ ആയിക്കോട്ടെ, സവർണനായാലും അവർണനായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഇതുള്ളതുകൊണ്ട് അവരെ അഭിപ്രായം പറയും. അതുകൊണ്ട് ചാനലുകാർ വാർത്താ ദാരിദ്ര്യമുണ്ടെങ്കിൽ ഈ പരിപാടിയൊക്കെ നിർത്തി വേറെ എത്രയോ നമുക്ക് വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ. ഇതന്നെ ഇതിൻ്റെ പിന്നാലെ കാലത്തടിച്ച ടോം ചാക്കോ വേടൻ. അപ്പം ഇന്നൊരു മോഡൽ വന്ന് പറഞ്ഞിരിക്കുന്നു ഇവർക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്, പെണ്ണുങ്ങളെയും സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ചാനലിലെ പഴയ ഒരു ഡയറക്ടർ അദ്ദേഹം പറഞ്ഞു കേട്ടു, 5 നായകന്മാർ മരിക്കും, കൂടെ ഒരു നായികയും. ഒരു എന്താ പരത്തി പറയാന്ന് പറയില്ലേ, എന്താ അയാൾക്ക് പേര് പറയാനുള്ള ചങ്കൂറ്റില്ലേ? ഇല്ലെങ്കിൽ പറയരുതെന്നേ. ഇത്ര വലിയ അയാൾ സിഗരറ്റ് വലിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, അയാളെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കുറച്ച്. അങ്ങനത്തെ ഒരാൾ പറയാനുള്ള ആർജവില്ലെങ്കിൽ പോണെന്നേ. അയാളെന്തോ 6 ആക്ടണ്ണനെ കണ്ട ചെവിക്കുറ്റിക്ക് അടിക്കുന്നൊക്കെ ആയിരുന്നു അയാളൊരു വീഡിയോ ഞാൻ കണ്ടത്. ഞാൻ പറയാ അയാളെപ്പോഴത്തെ ഈ കോമാളികളെ പിടിച്ച് വേറെ പണിയില്ലേ ഇവർക്കൊക്കെ? ഒന്നില്ലെങ്കിൽ പറയണം, ചങ്കൂറ്റം വേണം പറയാൻ, പേരെടുത്ത് പറയാനുള്ള ചങ്കൂറ്റം വേണം. അയാൾ പരത്തി പറഞ്ഞിരിക്കുക 4-5 നായകന്മാർ അടുത്ത് തന്നെ മരിക്കും, അവരെ പല്ലിൻ്റെ ഇവിടെയൊക്കെ ഇത് പോയി.
ഇത്ര കൃത്യമായിട്ട് അയാൾ പറയുന്നെങ്കിൽ എന്താ പേര് പറയാൻ ധൈര്യമില്ലാത്തത്? അദ്ദേഹം ഇത് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ധൈര്യം വേണം. പറച്ചലുണ്ടായാൽ പോലെ കേട്ടോ, പ്രവർത്തിയിലും ധൈര്യം വേണം. അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇൻസ്പിറേഷനാണ്. ആ കുട്ടി ഇതിൽ നിന്ന് നമ്മൾ ഈ അന്യരാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. ഇതിനും വലിയ ഏറ്റവും പ്രസിദ്ധനായ ഒരു സിനിമ നടൻ, ഞാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സഞ്ജയ് ദത്ത്. അദ്ദേഹം ഡി അഡിക്ഷൻ കഴിഞ്ഞ് വന്ന് എത്രയോ മനോഹരമായ സിനിമകൾ നമുക്ക് ചെയ്തു. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ തെറ്റ് പറ്റിയിട്ടായിരിക്കാം, നമ്മളതിനെ ന്യായീകരിച്ച് കൊടുക്കുകയല്ലേ വേണ്ടത്. ആ തെറ്റിൽ നിന്ന് അദ്ദേഹത്തെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക. അതിന് ജാതിയൊന്നും പറയരുത്, വളരെ മോശമാണ്, നമ്മുടെ സംസ്കാരത്തിന് നല്ലതല്ല. അത് തെറ്റ് ആര് ചെയ്താലും, ഏത് ജാതിയിൽപ്പെട്ട ആൾ ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇത്രയൊന്നും പറയാം. താങ്ക് യു.